എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ബിസിനസ് മോഡൽ ക്യാൻവാസിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന ആളുകൾ അവരുടെ ഒരു ബിസിനസ് ആശയത്തെ ഒരു സിംഗിൾ പേജിലേക്ക് എങ്ങനെ വളരെ ക്രിസ്പായിട്ടും വളരെ സ്പെസിഫിക്കായിട്ടും എത്തിക്കാൻ പറ്റുമെന്നുള്ളത് ചിന്തിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ആപ്റ്റായിട്ട് ഏറ്റവും സഹായിക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്നുള്ളത്. കാരണം ഇതൊരു വിഷ്വൽ ടൂളാണ്. ഇത് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും കീ എലമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് പ്ലാൻ ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇതിൻ്റെ കാണുമ്പോൾ മനസ്സിലാവും. ഒരു 9 ബിൽഡിംഗ് ബ്ലോക്സാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസിനുള്ളത്. ഇതെല്ലാം ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള ആസ്പെക്റ്റുകളുമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മളൊരു ബിസിനസ്സിനെ പറ്റി വിശകലനം ചെയ്യുമ്പോൾ, ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ആ സംരംഭം നടത്തുന്ന ആളുകൾ ചിന്തിക്കേണ്ട എലമെൻറ്റുകളെയാണ് ഈ ഒരു സിംഗിൾ പേജിലേക്ക് ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്നുള്ള രൂപത്തിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസിൻ്റെ ഈ 9 പാർട്ടുകളെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ കാണാം, ഇതിൽ കാണുന്നത് കീ റിസോഴ്സസ് ഉണ്ട്, കീ ആക്ടിവിറ്റീസ് ഉണ്ട്, കീ പാർട്ട്നേഴ്സ് ഉണ്ട്, കോസ്റ്റ് സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമർ സെഗ്മെൻ്റ് ഉണ്ട്, വാല്യൂ പ്രൊപ്പോസിഷൻ ഉണ്ട്, ചാനലുകളെ പറ്റി പറയുന്നുണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്, റവന്യൂ സ്ട്രീമുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളതെല്ലാം. ഇതിനെല്ലാം കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്തിയിട്ടായിരിക്കണം നമ്മൾ കോൺഫിഡൻസോടുകൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം നമുക്ക് കസ്റ്റമർ സെഗ്മെൻറ്റിനെ പറ്റി സംസാരിക്കാം. ഇത് ശരിക്കും നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ആ ഒരു ബ്ലോക്കാണ്. ഈ ഒരു 9 ബ്ലോക്കുകളിൽ ഈ ബ്ലോക്ക് ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെയാണ്. അതായത് നമ്മൾ ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് നടത്തുന്നത്, അവരുടെ നീഡ്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ പെയിൻ പോയിൻറ്റ്സ് എന്താണ്. ശരിക്കും ആ പറയുന്ന ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ ആ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് അവരുടെ പർച്ചേസ് ഡിസിഷൻസ് എടുക്കുന്നത്, ഇതിനെപ്പറ്റി വ്യക്തമായ വിശകലനം ചെയ്യേണ്ട ഒരു ഏരിയയാണ് കസ്റ്റമർ സെഗ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം വാല്യൂ പ്രൊപ്പോസിഷൻ. ഈ ഒരു ബ്ലോക്ക് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ കസ്റ്റമർക്ക് എന്താണ് ആക്ച്വലി ഓഫർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കസ്റ്റമറുടെ പെയിൻ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഡ്രീം എന്താണെന്നൊക്കെ ഉള്ളത്. അവിടെ നമ്മൾ എന്ത് പ്രോബ്ലമാണ് ശരിക്കും കസ്റ്റമറെ സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമറുടെ എന്ത് നീഡിനെയാണ് നമ്മുടെ നിലവിൽ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മൾ ബിസിനസ്സിൽ പറയില്ലേ USP ഉണ്ടാവണം, ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഉണ്ടാവണം എന്നൊക്കെ പറയും. മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന എന്തോ ഒരു കാര്യം, അതിനെ വളരെ സ്പെസിഫിക് ആയിട്ട് ഡിനോട്ട് ചെയ്യേണ്ട ഏരിയയാണ് വാല്യൂ പ്രൊപ്പോസിഷൻ. 3 ചാനലുകളാണ്, ചാനൽസ്. ഈ ഒരു ബ്ലോക്ക് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ കസ്റ്റമറിലേക്ക് എങ്ങനെയാണ് റീച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏതെല്ലാം മാധ്യമങ്ങൾ വഴി, ഏതെല്ലാം ചാനലുകൾ വഴിയായിരിക്കും നമ്മൾ അവരിലേക്ക് എത്തുന്നത്, ഓൺലൈനും ഓഫ്ലൈനുമായിട്ട്, സോഷ്യൽ മീഡിയ, അഡ്വർടൈസിങ്, സെയിൽസ്, കസ്റ്റമർ സർവീസ്, ഈ ചാനലുകളെല്ലാം ഇവിടെ കാണിക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം കസ്റ്റമർ റിലേഷൻഷിപ്പാണ്. ഈ ഒരു ബ്ലോക്ക് ഡിനോട്ട് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, നമ്മൾ കസ്റ്റമറുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഡയറക്റ്റ് റിലേഷൻഷിപ്പാണോ, ഇൻഡയറക്റ്റ് ആണോ, പേഴ്സണൽ റിലേഷൻഷിപ്പാണോ, അതുപോലെ തന്നെ എന്ത് സർവീസ് സപ്പോർട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യാൻ പോകണം, കംപ്ലയിൻറ്റ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകണം, കസ്റ്റമറായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൂടുതൽ എങ്ങനെയായിരിക്കും, ഇതൊക്കെ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ കാണിക്കും. അഞ്ചാമത്തെ കാര്യം റവന്യൂ സ്ട്രീംസ് ആണ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമാനം വരുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും, സെയിൽസ് ചാനൽ എന്തായിരിക്കും, ഏതൊക്കെ ടൈപ്പ് ഓഫ് പേയ്മെൻറ്റുകൾ നമ്മുടെ സ്ഥാപനം ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ റവന്യൂ വരുന്ന മാർഗ്ഗങ്ങളെ പറ്റിയുള്ള ക്ലാരിറ്റിയാണ് റവന്യൂ സ്ട്രീംസ് വഴി നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ആറാമത്തെ കാര്യം കീ റിസോഴ്സസ്. ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ്, ടെക്നോളജി, എക്യുപ്മെൻറ്റ്, ഫണ്ടിങ്, അങ്ങനെ എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് റിസോഴ്സുകൾ നമ്മൾ ഒരുക്കിയിരിക്കുന്നു, അതെങ്ങനെ ഉപയോഗപ്രദമാക്കുന്നു എന്നുള്ള പാർട്ടാണ് കീ റിസോഴ്സസ് വഴി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഏഴാമത്തെ കാര്യം കീ ആക്ടിവിറ്റീസാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വാല്യൂ പ്രൊപ്പോസിഷനൊക്കെ ക്രിയേറ്റ് ചെയ്യണം, ഒരു USP ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ കീ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ, അത് സോഴ്സിംഗ് ആണോ ചെയ്യണേ, മാർക്കറ്റിംഗ് ആണോ, സെയിൽസ് ആണോ, കസ്റ്റമർ സർവീസ് ആണോ, ഓപ്പറേഷൻസ് ആണോ, നമ്മുടെ ബിസിനസ്സിൻ്റെ കീ ആക്ടിവിറ്റീസ് എന്തെല്ലാം ഉണ്ടാവും, അതെല്ലാം ഇവിടെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യണത്. എട്ടാമത്തെ കാര്യം കീ പാർട്ട്നേഴ്സ്. കീ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് വഴി നമ്മൾ കാണുന്നത് നമ്മൾ ആരൊക്കെയായിട്ട് ഈ ബിസിനസ്സിൻ്റെ അകത്ത് സഹവർത്തിത്വം, ചങ്ങാത്തം ഉണ്ടാക്കുന്നു, ആരൊക്കെയായിട്ട് സഹകരിച്ച്, ആരൊക്കെയായിട്ട് കൊളാബറേറ്റ് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്, ആരൊക്കെയായിരിക്കും നമ്മുടെ കീ പാർട്ട്നേഴ്സ്, കീ സപ്ലയേഴ്സ്,
നമ്മുടെ ബിസിനസ്സിനെ ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന സപ്ലയർ, ഡിസ്ട്രിബ്യൂട്ടർ, മാർക്കറ്റിംഗ് പാർട്ട്നേഴ്സ് എല്ലാവരും ഇതിൻ്റെ അകത്ത് വരും. 9ാമത്തെ കാര്യം കോസ്റ്റ് സ്ട്രക്ചറാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മളൊരു വാല്യൂ ഡെലിവറി ചെയ്യണമെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കോസ്റ്റ് എലമെൻറ്റുകളുണ്ട്. ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടാവും, ലൈക്ക് ചിലയിടത്ത് മാനുഫാക്ചറിങ് കോസ്റ്റ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, പല ഓവർ ഹെഡുകളായിട്ട് വരുന്ന ചിലവുകളുണ്ടാവും. എല്ലാ ചിലവുകളെ പറ്റിയും വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് കോസ്റ്റ് സ്ട്രക്ചർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ കസ്റ്റമർ സെഗ്മെൻറ്റ് ഡിഫൈൻ ചെയ്യണം, വാല്യൂ പ്രൊപ്പോസിഷൻ ഡെവലപ്പ് ചെയ്യണം, ചാനലുകൾ ഏതാണെന്ന് തീരുമാനം എടുക്കണം, കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് പ്ലാൻ ചെയ്യണം, റവന്യൂ സ്ട്രീമുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ നമ്മുടെ ഓരോ കീ റിസോഴ്സുകൾ എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാക്കണം, കീ ആക്ടിവിറ്റീസ് ബിസിനസ്സിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം, ആരൊക്കെയായിട്ട് കീ പാർട്ട്നേഴ്സായിട്ട് സഹകരിച്ചായിരിക്കും പോകുന്നതെന്നുള്ളത് സെലക്ട് ചെയ്യണം, നമ്മുടെ കോസ്റ്റ് സ്ട്രക്ചർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് പിന്നീട് നമുക്ക് ഓരോ ഐഡിയാസും സ്ട്രാറ്റജീസും ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ബിസിനസ് മോഡൽ ക്യാൻവാസ് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് കാലാനുസൃതമായ അപ്ഡേഷൻ ഇതിൽ കൊണ്ടുവരിക, റിഫൈൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഗോൾസ് മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് തന്നെ ഗോൾസ് സെറ്റ് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഉദ്ദേശിച്ച തരത്തിലേക്ക് റീച്ച് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ബിസിനസ് എന്ത് തന്നെ ആവട്ടെ, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വ്യക്തമായിട്ടൊരു ബിസിനസ് മോഡൽ ക്യാൻവാസ് പ്രിപ്പയർ ചെയ്യുക. ഇത്തരം ബിസിനസ് മോഡൽ ക്യാൻവാസുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മുടെ മാത്രം അറിവോ കഴിവോ പോരായ്ക വരും. അപ്പോൾ അതിനാണ് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ തീർച്ചയായിട്ടും നമ്മളതിലേക്ക് കൊണ്ടുവരേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസ് പ്രിപ്പറേഷനൊക്കെ ആവശ്യമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും നമുക്കതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.